നമസ്കാരം എല്ലാവർക്കും. ജോസ് പള്ളിക്കൊന്നിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കർണാടകയിലെ ഹുബ്ബളി എന്ന് പറഞ്ഞ സ്ഥലത്തായി. ഞാൻ ഇപ്പോൾ നല്ല ഉറക്കത്തിലായിരുന്നു. ഞാൻ പുലർച്ചെ ഒരു 4 മണിയായപ്പോഴാണ് ഡ്യൂട്ടി മാറിയത്. കിടന്നാൽ ഉറക്കമായിരുന്നു. ഉറക്കത്തിൽ എഴുന്നേറ്റുള്ളൂ. അപ്പോൾ ഇന്ന് ഇവിടെ നിന്നാണ് നമ്മുടെ യാത്ര തുടങ്ങണത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ കൂടെ യാത്രയിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെ യാത്ര തുടങ്ങാൻ കൃഷി സ്ഥലങ്ങളാണ്. കൃഷി സ്ഥലങ്ങൾ അവിടെ കൃഷിക്കുള്ള അടുത്ത കൃഷിക്കുള്ള സെറ്റപ്പിന് എല്ലാം റെഡിയാക്കി വെച്ചേക്കുന്നത്. വേണ്ട കൃഷി സ്ഥലങ്ങളാണ്. കൃഷിക്ക് വേണ്ടി ഒരു ഉഴുതും മറിച്ചിട്ടേക്കണ റെഡിയാക്കി ഇട്ടേക്കണവര്. അടുത്ത കൃഷി ഇറക്കാനുള്ള തയ്യാറെടുപ്പില് രണ്ട് സൈഡിലും സെറ്റപ്പ് ആക്കിയിട്ടാണ്. അടുത്ത കൃഷിക്കുള്ള സെറ്റപ്പിൽ പാടങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കണവര്. നമ്മളങ്ങനെ ഹുബ്ബളി എത്തറ. ഇനി ഹുബ്ബളിക്ക് അധികം ദൂരമില്ല, നിസ്സാര ദൂരമുള്ളൂ ഹുബ്ബളിക്ക്. അങ്ങനെ നമ്മൾ ഹുബ്ബളിക്ക് ഹുബ്ബാളി 10 കിലോമീറ്റർ. ഇതാണ് കുസുങ്കൽ. ഈ സ്ഥലത്തിന്റെ പേരാണ് കുസുങ്കൽ. കൗസുങ്കലാണ്. കൗസുകളാണ്. നേരത്തെ ചാവടിയിൽ പോട്ടെ. നോക്കിയേ കാവിക്കൊടി. ചാവടിക്കണം. എവിടെ ചാവടി? ആ ഹുബ്ബളിയിലും ബൈപ്പാസൊക്കെ വന്നിട്ടുണ്ടോ? ഹുബ്ബളിയില് ഞാൻ ഈ വഴിക്ക് വന്നിട്ട് ഇപ്പൊ വർഷത്രയായി. നേരല്ല ഇവിടെ ചോദിച്ചിട്ട് പോവാം. കട്ടക്ക് ഹുബ്ബളി ചോദിച്ചിട്ട് പോകാം. ബൈപ്പാസ് ഉണ്ടെങ്കിൽ നേരെ ഇവിടെ ഹുബ്ബളി ടൗണിൽ പോകേണ്ട കാര്യമില്ലല്ലോ. നമ്മളങ്ങനെ ഹുബ്ബളി ബൈപ്പാസിലേക്ക് കയറിയിട്ടാ. ആ ലോക്ക്ഡൗണിന്റെ സമയത്തൊക്കെ ആയിരുന്നു നേരെ പോകാറുണ്ട്. ഞാൻ ലോക്ക്ഡൗണിന്റെ സമയത്ത് നമ്മൾ ഡൽഹി ടൗണിൽ കൂടെ കൽക്കട്ട ടൗണിൽ കൂടെ ടൗൺ അകത്തൂടെ കയറുന്നുണ്ട്. പട്ടാപകല് ഒന്നും പറ്റില്ല. ഈ ട്രക്ക് സമരത്തില് ഏറ്റവും ഭയങ്കര പ്രശ്നമുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ഹുബ്ബളി. ഇവിടെ ഒന്നും വന്നൊരു മനുഷ്യനെ കാണില്ല. നമ്മുടെ നാട്ടിലെ കുറെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലെ ചർച്ചയാണ്. ഹുബ്ബളിയിൽ ഭയങ്കര വിഷയമാണ്. ഹുബ്ബളിയിൽ ഇപ്പൊ ഞങ്ങളിപ്പോ ഹുബ്ബളി കൂടെ യാത്ര ഒരു കുഴപ്പകൂടെ കാണാനില്ല. പാടങ്ങൾ ഇതൊക്കെ ഒരു പുതിയ റോഡ് ഇവിടെ വരുന്നുണ്ട്. ബാംഗ്ലൂർ കട്ടക്ക് ഹുബ്ബളി കട്ടക്ക് ഇത് എവിടുന്ന് പറഞ്ഞ വഴിയായിരിക്കും? അപ്പൊ ഈ മോളിൽ കൂടെ പറഞ്ഞ വഴി എവിടുന്ന്? എല്ലാപ്പൂരും പറഞ്ഞ ഇത്ര മോളിൽ കൂടെ ആർട്ടുണ്ട് കേട്ടോടാ. അവരുടെ മൂട്ടി പിടിച്ചോടാ. അവിടെ ആർട്ടിതൊക്കെ ഉണ്ട്. എന്നെ മൂട്ടി പിടിച്ചോ. റൈറ്റ് ചേർത്തന്നെ മൂട്ടി പിടിച്ചോ. അവിടെ ആർട്ടിതൊക്കെ ഉണ്ടോടാ. അവരെ പിടിച്ചു. ഏത് പോ അവരെ പിടിച്ചു. നമ്മളെ മുന്നിൽ വന്ന കേരള വണ്ടിനെ പിടിച്ചു. ഞങ്ങളുടെ മൂത്രയ്ക്ക് നിർത്തിയപ്പോ പാവം കടന്നു പോയത്. അതിനെ പിടിച്ചു. ഞങ്ങളെ പിടിച്ചില്ല. അത് ഞാനിവിടെ ലെഫ്റ്റ് കണ്ടത് കാരണം കാറുവാറിട്ടോ. നമ്മളിപ്പോ പാലത്തിനടി നേരെ തിരിഞ്ഞ നേരെ റോഡിൽ കേട്ടോ. അമ്പോ അടിപൊളി ബൈപ്പാസുള്ള. ജയ് മോദിജി വന്നതിനെ മാറുന്ന ഇന്ത്യ അല്ലേ? മാറുന്ന ഇന്ത്യ. ഇന്ത്യയല്ല ഭാരതം. മാറുന്ന ഭാരതം. ഇവർക്ക് പോണ വഴിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇത് ഞാനിതുവരെ വന്നിട്ട് ഇവർക്ക് വർഷങ്ങളെ 5-6 വർഷമായി. അപ്പൊ ഇത് എവിടെ വരെ ഉണ്ടാവും ഈ 4 ലൈൻ? അതേ മാറുന്ന ഭാരതം. ഇതൊക്കെയാണ് മോദിയുടെ ഗ്യാരണ്ടി. അങ്കോള 136 അങ്കോള NH 67. എല്ലാപ്പൂർ 62 കിലോമീറ്റർ. നമ്മളങ്ങനെ 4 ലൈൻ കഴിഞ്ഞ സിംഗിൾ വഴിയിലേക്ക് കയറിട്ടാ. കാറുവാർ അങ്കോള 127. ഇനി കംപ്ലീറ്റ് സിംഗിൾ വഴിയാ. പഴയ റോഡിന്റെ അവസ്ഥ കേട്ടാ. അങ്കോള വരെ ഇങ്ങനെ തന്നെയാ. നമ്മളങ്ങനെ ഹുബ്ബളിയെല്ലാം കഴിഞ്ഞിട്ടാ. അതിരൂക്ഷമായ ലോറി സമരം നടക്കുന്ന ഭാരതത്തിന്റെ ഹൈവേകളിലൂടെയാണ് നമ്മളിപ്പോ യാത്ര ചെയ്യുന്നത് അല്ലേ ചേട്ടാ? അതും അതിരൂക്ഷമായ സമരം നടക്കുന്ന സ്ഥലമാണ് ഹുബ്ബളി. ഹുബ്ബളി എന്ന് പറഞ്ഞാൽ ഭയങ്കര രൂക്ഷമെന്ന് പറഞ്ഞാൽ നോക്കിയേ. വണ്ടികളൊക്കെ പറഞ്ഞേ
നമ്മളെ ഹുബ്ലി ഈ ഹോട്ടലിൽ നിർത്തിയ ഭക്ഷണം കഴിക്കാണ്ട് നിർത്തി അവിടെ വണ്ടി. അവിടെ ഉടുപ്പി പാർക്ക് അടിപൊളി ഭക്ഷണം, കുഴപ്പമില്ല. ഭക്ഷണം കഴിച്ചു. വണ്ടി നമ്മുടെ 2 വണ്ടി അപ്പുറത്ത് കെട്ടിയിട്ടേക്കാം, പമ്പിൻ്റെ അപ്പുറത്ത്. പിന്നെ വണ്ടി എടുത്ത് പോട്ടെ. ഈ വണ്ടികളൊക്കെ ഇട്ടാണ് ലോറി സമരം കാരണം നിർത്തിയിട്ടൊന്നുമല്ല കേട്ടാ. ഇവരൊക്കെ ഇവിടെ പണി കഴിഞ്ഞ് വന്ന് നടക്കണ വണ്ടിയാണ്. ഓരോ വണ്ടിയിൽ ലോറി കയറ്റാൻ വേണ്ടിയൊക്കെ പോവാ. ഞാൻ നടക്കണം മറ്റേ വണ്ടി 12 പേര്. എൻ്റെ കുട്ടീനെ അതിനകത്ത് കയറ്റി കൊണ്ടുവന്നു. ഇനി താഴെ പോവാ, വിജയാൻ്റെ കട അവിടെ പോവാ. നോക്കണൊക്കെ ഒന്ന് കുളിക്കായിട്ട് കൊണ്ട് പോവാ. നമ്മളങ്ങനെ ഇപ്പോൾ കൽക്കട്ടിയിലാണ്. കൽക്കട്ടി ഇതാണ് കൽക്കട്ടി ബസ് സ്റ്റാൻഡ്. ഇവിടെ നിന്ന് അങ്കോളയ്ക്ക് 114, എല്ലാപ്പൂര് 32 കിലോമീറ്റർ. എല്ലാപ്പൂര് കഴിഞ്ഞിട്ടാണ് ഘാട്ടുള്ളത്. നമ്മളങ്ങനെ എല്ലാപ്പൂര് ഫോറസ്റ്റിൻ്റെ ഭാഗങ്ങളായി കേട്ടോ. അപ്പം എല്ലാപ്പൂര് ഘാട്ട്, എല്ലാപ്പൂര് ടൗണിലേക്ക് വന്ന് കുറച്ച് ദൂരമുണ്ട്. ആ ഘാട്ടിൻ്റെ ഭാഗങ്ങളാവണുള്ളൂ. അതൊക്കെ ഫോറസ്റ്റ് തന്നെയാണ്. 2 സൈഡ് ഉണങ്ങി കരിഞ്ഞടക്കണം. ചവിട്ടില്ല, ഗോമാതയാണ് ഗോമാത. ഇത് കാട്ടുഗോമാതകളാണ്, കാട്ടുഗോമാതകള്. അതൊക്കെ മനുഷ്യന്മാരെ തട്ടിയാലും കുഴപ്പമില്ല, പശുവിനെ തട്ടിയാടല്ല. എല്ലാപ്പോഴും കാടിന്റെ ഭാഗങ്ങളാണ് കേട്ടോ. നമ്മളിപ്പോ ഈ റോഡിലേക്ക് കയറിയിട്ടേ ഒരുപാട് കാഴ്ചകളുണ്ട്. എന്താണെന്നറിയോ? സമരമുള്ള നാട്ടിൽ രജിസ്റ്റർ ചെയ്ത ഒരുപാട് വാഹനങ്ങൾ ഇങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. അതായത് കേരളത്തിൽ നിന്ന് ലോഡ് കയറ്റി ഒരുപാട് വണ്ടികൾ ഇങ്ങോട്ട് പോകുന്നുണ്ട്. കേരളത്തിലേക്ക് ലോഡ് കയറ്റി ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. പാവം നമ്മുടെ പിന്നെ വരുന്ന ശിവചാട്ടനൊക്കെ പേടിച്ചിട്ട് നിൽക്കണം വണ്ടി തടയുക. അവര് പാവങ്ങൾ ലോഡ് കയറ്റി അവിടെ ഒരു ദിവസം കിടന്നില്ലേടാ. ഒരു ദിവസം കിടന്ന് അവർ പാവങ്ങൾ പോകണം കേരള വണ്ടി എടുത്ത് KL76. ഇതൊക്കെ തമിഴ്നാട്, കർണാടകയിലെ തമിഴ്നാട്ടിലോട് പറഞ്ഞ വണ്ടി അല്ലേട്ടാ, കേരളത്തിലോട് വരും. ഇപ്പം എത്ര വണ്ടി പോയിന്നറിയോ ഇപ്പോൾ? അത് പൈനാപ്പിളുണ്ട്. വാട്സപ്പ് സമരം അപ്പം ഈ പ്രാവശ്യം പൊളിഞ്ഞു. ഇവിടെ നിന്നുള്ളത് ഈ വഴിയുണ്ടോ, ഈ ലെഫ്റ്റിലേക്കുള്ള വഴി. നമ്മളെ ബോംബെ ഒക്കെ പോവാണെങ്കിൽ ഇതിലെ പോവാട്ടാ, ബെൽഗാവി. ഇതിലെ പോയി കഴിഞ്ഞാൽ നമുക്ക് കൽക്കട്ടി വഴിക്ക് പോകണമെങ്കിൽ കിലോമീറ്റർ കുറവാണ്. കള്ളമറയിലുണ്ട്, പക്ഷേ കള്ളമറയിലൊന്നും ഇപ്പോൾ ഒന്നുമില്ല. പിന്നെ വഴി ഭയങ്കര മോശമെന്നൊക്കെ പറഞ്ഞു. ഞാനിപ്പോൾ പോലും കുറേ നാളായി. അവിടെ പാടിക്ക് പോകുമ്പോൾ ഒരു റെയിൽവേ പാലമുണ്ട്. അതുപോലെ ലോറിയുടെ ക്യാബിൽ ലെവലേ കിടക്കുള്ളൂ, അതിന് മുകളിൽ ലോഡൊന്നും കടന്നു പോവില്ല. ഓക്കെ, ലോറിക്കാരെല്ലാം കൂട്ടമായിട്ട് പോയിക്കൊണ്ടിരിക്കണോട്ടാ. സമരമൊന്നുമില്ല. പിന്നെ സമരത്തിന് വെച്ച് ആവർക്കാണ് നിർത്തിക്കണത്. പിന്നെ സമര അങ്ങനെ പറയാം നമുക്ക്. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വണ്ടികളെല്ലാം ഒതുക്കിയിട്ടേക്കണം കേട്ടോ. സമരം ചെയ്ത വാട്സപ്പ് ഗ്രൂപ്പ് യൂണിയൻ്റെ ഗ്രൂപ്പിൻ്റെ ആൾക്കാരൊക്കെ സന്തോഷിച്ചത് വണ്ടികളൊക്കെ ഒതുക്കിയിട്ടേക്കും ഇവിടെ. പോരെ, അവർക്കൊരു സന്തോഷമാവട്ടെ അല്ലേ. നമ്മളങ്ങനെ ഇപ്പോൾ എല്ലാപ്പൂർ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ രാജ്യത്ത്, ഭാരതത്തിൽ ആഫ്രിക്കൻ വംശജർ അധികം താമസിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ എല്ലാപ്പൂര്. അതെന്താ കാരണം എന്ന് വെച്ചാൽ പണ്ട്, അതായത് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് ഇവിടെ ബ്രിട്ടീഷുകാർ അടിമകളായി കൊടുന്ന ആഫ്രിക്കൻ വംശജരുടെ പിൻതലമുറ ഇവിടെ ആണ് ഇപ്പോൾ താമസിക്കുന്നത്. അവർക്ക് നമ്മുടെ ഭാരതത്തിൻ്റെ പൗരത്വം ഇതിലൊക്കെ ആയിട്ട് നമ്മളൊരു ഭാരതത്തിൻ്റെ ആൾക്കാരായിട്ട് ജീവിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം. ഇവിടെ ഉണ്ടാവും നോക്കണം, ഇവിടെ കാണാൻ നമുക്ക് ഇടയ്ക്കിടയ്ക്ക്. ഇതാണ് എല്ലാപ്പൂർ. അമ്പോ പൊളിച്ചു. കാവിക്കൊടി നോക്കിയാൽ കാവിക്കൊടി. ഈ ഭാരതത്തിൻ്റെ നമ്മുടെ അയോധ്യയിലെ ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുകയാണല്ലോ, അതിൻ്റെ ഇത് നമുക്ക് രാജ്യത്ത് നമ്മൾ ഈ വരുന്ന യാത്രയിലെല്ലാം ഉടനീളം കാണാം കേട്ടോ. അതിൻ്റെ ആഘോഷങ്ങൾ ഭാരതത്തിൻ്റെ ഒരു ഉടനീളം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതെന്തോ സർക്കാർ ബിൽഡിംഗ് കേട്ടോ, എല്ലാപ്പൂരത്തെ കോടതി ആണെന്നുണ്ട്, കോടതി. ഇതൊക്കെയാണ് എല്ലാപ്പൂർ ടൗണിൻ്റെ ഭാഗങ്ങളാണ്. മൊബൈൽ ടവറിൻ്റെയാ? നമ്മുടെ മുമ്പിൽ പോകുന്നത് വലിയ ടവറിൻ്റെ മുകളിലേക്ക് കയറാനുള്ള സാധനമാണെന്നാണ് നമ്മളെ മനോജേട്ടൻ പറയുന്നത്. ഹോട്ടൽ മലബാർ, എല്ലാപ്പൂരിലെ മലബാർ ഹോട്ടൽ. ഇതേ പറഞ്ഞ അടുത്ത കേരള വണ്ടി.
അങ്ങനെ നമ്മൾ എല്ലാപ്പോഴും ടൗണിൻ്റെ ഭാഗങ്ങൾ കഴിഞ്ഞു കേട്ടോ. ഇനി കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ എല്ലാപ്പോഴും ഘാട്ടിൻ്റെ ഭാഗങ്ങളാവും. നമ്മളിപ്പോൾ യാത്രയായി ഇവിടെ NH63 അതിപ്പോൾ എല്ലാപ്പോഴും ഘാട്ടിൻ്റെ പ്രാരംഭ ഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കാണ് കേട്ടോ. നമ്മൾ എല്ലാപ്പോഴും ഘാട്ടിൻ്റെ പ്രാരംഭ ഘട്ടത്തിലേക്ക് കിടക്കാൻ പക്ഷേ ഡേഞ്ചർ ഭാഗങ്ങൾ താഴ്ത്താണ്, കുറച്ചുകൂടെ ദൂരം പോയിട്ടേ ആവുള്ളൂ. പോയി അവിടെ തട്ടി മറിച്ചിട്ടാണെങ്കിൽ സൈഡിൽ അവിടെ ഒതുക്കി മറിച്ചിട്ടോ കേട്ടോ. ഞങ്ങൾക്ക് ബ്ലോക്ക് ആക്കരുത് റോഡ് ഇല്ലേ ഏടാ? അതന്നെ മറിക്കാതെ പോക്കുണ്ടാവേ ചേർത്തിൽ അവരുടെ മറിക്കുകയാണെങ്കിൽ അവിടെ സൈഡാക്കി മറിച്ചിട്ടുള്ളൂ. റോഡിൽ വട്ടം മറിയരുത്. ചെറുത്തിൻ്റെ ഭാഗങ്ങളായിട്ടാ ഇത് ഡേഞ്ചർ ഭാഗങ്ങളായിട്ടില്ല. ഡേഞ്ചർ ഭാഗങ്ങൾ ഇനി കുറച്ചുകൂടെ താഴത്തേക്ക് പോകുമ്പോഴാണ് ആവുക. ഇത് വണ്ടികൾ കയറി പറഞ്ഞോക്കിയാ ഒരു കാലത്ത് കുപ്രസിദ്ധി ആർജിച്ച കള്ളന്മാരൊക്കെ ഉണ്ടാകുന്ന വഴിയായിരുന്നത്. പക്ഷെ ഇപ്പോൾ ഒന്നും ഇല്ല കേട്ടോ. അതിലേ പറഞ്ഞ കേട്ടോ, ഇപ്പൊ ചില യൂട്യൂബർമാരൊക്കെ പറയുന്നുണ്ട് ഇപ്പോഴും കൊടും കൊള്ളക്കാരുടെ അത് യൂട്യൂബ് തൊഴിലായിക്കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. ഞാൻ അവരെ കുറ്റപ്പെടുത്തി പറയുന്നല്ല. യൂട്യൂബ് തൊഴിലായിട്ട് വ്ളോഗ് ചെയ്യാന്ന് പറഞ്ഞാൽ തൊഴിൽ. നമ്മൾ വ്ളോഗ് ചെയ്യുന്നത് തൊഴിലല്ല, എൻ്റെ ഒരു ടൈം പാസും. നമ്മുടെ പണി എന്ന് പറഞ്ഞാൽ ലോറി പണിയാണ്. ഇതൊക്കെ ഒരു കാലത്ത് ശരിയാണ് കൊടും കൊള്ളന്മാരുടെ ഏറിയായിരുന്നു. ഇവിടെ ഡ്രൈവർ ബസ് വരെ, അതായത് ഈ നൈറ്റ് സർവീസ് ബസ് വരെ കൊള്ളയടിച്ചുള്ള സ്ഥലങ്ങളുണ്ട്. അതായത് ഇവിടെ മനോജേട്ടനൊക്കെ അല്ലേ മേഡം, മനോജേട്ടനൊക്കെ ഡ്രൈവറായ തുടക്കക്കാലത്ത്, മനോജേട്ടനൊക്കെ തുടക്കകാലത്ത് ഏതായിട്ട് സമയം ഏത് വർഷം അതിൻ്റെ ആവും? 99 25 വർഷം മുന്നത്തെ കാര്യമായിട്ട് പറഞ്ഞത് അന്ന്. ഇപ്പൊ ഒന്നല്ല, ഒരു 10 വർഷമായിട്ട് അത്ര ഡേഞ്ചറില്ല. അപ്പോൾ അവനെയാണ് കടന്നു പോട്ടെ. ശരിക്കും ഡേഞ്ചർ ഭാഗങ്ങൾ ഇനി കുറച്ചുകൂടെ താഴത്തേക്ക് പോയിട്ടാണ് വരിക കേട്ടോ. പോലത്തെ കുറേ വളവുകളുണ്ട്. ഇതേ വരണ അലൻ്റെ വണ്ടി. അലൻ സമരം നടക്കുന്ന നാട്ടിൽ നിന്ന് ഇതേ വരണ അലൻ്റെ അടുത്ത വണ്ടി. നമ്മള് ചെറുത്തിന്റെ ഭാഗങ്ങളാ ഡേഞ്ചർ ഭാഗങ്ങളിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ലോറി നിർത്തിയാണ് 12 വീല് 3 എണ്ണം ഉണ്ടോ. വലിയ ലോറി നിൽക്കണം 3 എണ്ണം. ഇതെന്താ സാധനം എന്നറിയാം? ഇതാണ് ബീഡിയുടെ അല്ല ബീഡിയുടെ അല്ലാണ് നമ്മുടെ നാട്ടുകളിലൂടെ രാത്രി ഓടിക്കലൊരു. നമ്മളങ്ങനെ ആ ചുരത്തിൻ്റെ ഡേഞ്ചർ ഭാഗങ്ങൾ ഇറങ്ങാൻ തുടങ്ങണം. ഇനിയാണ് ഇവിടെ നിന്നാണ് ഡേഞ്ചർ ഭാഗം ചുരത്തിൻ്റെ. ഈ അടുത്ത കേരള വണ്ടി അങ്ങനെ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബസ് കംപ്ലൈൻ്റ് ഇറങ്ങണം. ചുരത്തിൽ ബ്ലോക്ക് ഉണ്ട്. എന്തോ ആക്സിഡന്റ് നടന്നുണ്ട്. പോലീസുകാരൊക്കെ നിൽക്കുന്നുണ്ട് ഇവിടെ. എന്തോ ആക്സിഡന്റ് നടന്നുണ്ട് ഇവിടെ. പോലീസുകാരൊക്കെ നിൽക്കുന്നുണ്ട്. ആക്സിഡന്റ് ആണോ വല്ല വണ്ടി കംപ്ലൈന്റ് ആയതാണോ എന്ന് അറിയത്തില്ല. വണ്ടി കംപ്ലൈന്റാ. ആക്സിഡന്റ് അതെ. ഇവിടെ പുറകിൽ ഇടിച്ചിട്ടുണ്ട്. ഇവിടെ ഇടിയും ആക്സിഡന്റും ഒരുമിച്ചു. അപ്പൊ നല്ല റെഡി. ഇവിടെ അത്ര വലിയ നമ്മുടെ താമരശ്ശേരി ചുരം പോലെ അത്ര വലിയ ബെൻഡുകളൊന്നും ഇല്ല. ഇതിൽ ചവിട്ടാൻ നിൽക്കില്ലെന്നുള്ളു. കാരണം വെച്ചാൽ ഈ നല്ല റോഡ് തന്നെ കലയ്ക്ക് വരും വണ്ടികൾ. ഈ താഴത്തേക്ക് ഇറങ്ങുന്ന ബെൻഡുകളുടെ പവർ കൂടും കേട്ടോ. വണ്ടി കുലുക്കാണ്ട് ഓടിക്കാട്ടാ. ക്യാമറ ഷെയ്ക്കുന്നു. നമ്മുടെ ആൾക്കാർ കാണുന്നവർ പറയുന്നത് ക്യാമറ ഷെയ്ക്കുന്നു. ആ മൊബൈലിലാണ് വീഡിയോ എടുക്കണം. അത് കാരണം ഈ ഷെയ്ക്ക് ആവണത്. കൈ പിടിച്ച് വീഡിയോ എടുക്കുമ്പോഴേ ആ വണ്ടിയൊക്കെ മറ്റേ വണ്ടിയില്ല, ആദിദേവിലല്ലേ അടുത്ത ബെൻഡ്. അതെ, ഈ മൊബൈലിൽ എടുക്കുമ്പോഴാണ് ഇത്ര ഷെയ്ക്ക് വരണം എനിക്ക് തോന്നുന്നത്. മറ്റേ നമ്മളിതിന് മുമ്പ് എടുക്കുന്ന മൊബൈലൊന്നും ഇത്ര ഷെയ്ക്ക് ഉണ്ടായിരുന്നില്ല. സിറ്റി ബെൻഡുകളാണ് വള പോലെ. രണ്ട് സൈഡും വനപ്രദേശങ്ങളാണ് കേട്ടോ. ആറ്റസൊക്കെ നമുക്ക് അങ്ങനെ മോളിൽ കയറി പിടിക്കാൻ തോന്നുന്നുണ്ട്. നമ്മൾ ഹൈദരാബാദ് റിംഗ് റോഡിൽ പിടിച്ച പോലെ. ഇപ്പൊ അടുത്തന്നെ റെഡി ആവും റോഡൊക്കെ.
ബെൻഡുകൾ. ഇതാണ് യെല്ലാപ്പൂർ ചുരം. നമ്മുടെ മുമ്പിൽ ഒരു വലിയ 12 വീല് വണ്ടി പോകും. നമ്മുടെ തൊട്ട് കൂടിന കമ്പനി വണ്ടി, കൂട്ടുവണ്ടി പുറകിലാട്ടാ. ഇത് കർണാടക വണ്ടിയാണ്. ഒരു വണ്ടി വരുന്നുണ്ട്. നല്ല ബെൻഡാട്ടാ, കയറണ്ട. നല്ലൊരു ബെൻഡ്. അവിടുന്ന് ഇത് അലൻ്റെ അടുത്ത വണ്ടി വരുന്നു. അലൻ്റെ 3ാമത്തെ വണ്ടിയാണ് ഇപ്പോൾ പോകണം. 3ാമത്തെ വണ്ടി. പോ 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 പോ. ലോറിക്കാർ ഇങ്ങനെ ഇറങ്ങുള്ളൂ. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര ടണ്ണിൻ്റെ വണ്ടിയാണെന്ന് പോണേ. ഇതെത്ര 14 വീല് 12 വീല് 25 സാധനമാണ് അവൻ ഇറങ്ങണത്. KSRTC. അടുത്ത വണ്ടി പൈനാപ്പിൾ ഉണ്ട്. KL 33 G23 61. അടുത്ത വണ്ടി അതെന്ന് വെച്ചാൽ വലിയ ലോറികൾ ബെൻഡ് ഇറങ്ങുമ്പോൾ പതുക്കെല്ലാം ഇറങ്ങുള്ളൂ. അപ്പോൾ അത് കാരണമാണ് ഈ വണ്ടികൾ ഇങ്ങനെ വരി പിടിക്കുന്നത്. ഇതൊക്കെ കണ്ടോ, ഓരോ വണ്ടികളൊന്നും മറിച്ചിട്ടാണത്. ഇതിങ്ങനെ ഇപ്പോൾ ആ മുന്നിൽ പോണ ഒരു ലോറിക്കാരനെ ഇങ്ങനെ പതുക്കെ ഇറങ്ങുന്ന കാരണമാണ് ഇങ്ങനെ ബ്ലോക്ക്. അത് കാരണം അവൻ അങ്ങനെ ഇറങ്ങാൻ പറ്റുള്ളൂ. അത് മാർബിളാണ് ലോഡ്. എത്ര ടൺ ഉണ്ടാവും അറിയാനത്. ഇതാണ് ആ വണ്ടി. മാർബിളാണ്. മാർബിൾ എത്ര 14 വീലാണ്. 14 വീല്. അപ്പോൾ ഒരു 30 ടൺ ഉണ്ടാവും. 30 ടണ്ണിൽ ഓടണം വണ്ടിക്കകത്ത്. അടുത്ത ബെൻഡ്. അടുത്ത ബെൻഡ്. നമ്മളിപ്പോൾ ഇത്ര നേരം ഇറങ്ങിയെന്ന് വെച്ചാലേ അതിലേറ്റവും കടുപ്പം കൂടിയ ബെൻഡാണ് കേട്ടോ. കണ്ടമാന അപകടങ്ങൾ നടന്നിട്ടുള്ളൊരു ബെൻഡാണ് കേട്ടോ. ഏറ്റവും കൂടുതലൊരു കടുപ്പം കൂടുന്നൊരു ബെൻഡാണ്. എത്ര വണ്ടി നേരെ താഴത്തേക്ക് പോയെന്നറിയാം. കണ്ടോ, ഓരോ വണ്ടികളൊക്കെ ഇടിച്ച് പൊളിച്ചിട്ടുണ്ടോ. എന്താ കാരണം വെച്ചാൽ ഇപ്പോൾ വണ്ടികൾ ചവിട്ടി പടച്ചിറങ്ങി വരും. അവർക്ക് ഇവിടുത്തെ മൃഗങ്ങൾ ചവിട്ടി കിട്ടില്ല. വീല് പഴുത്ത് അങ്ങനെ ചുരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ഏറെക്കുറെ കഴിയാറായി. നമ്മൾ കഴിയാറായിക്കൊണ്ടിരിക്കുന്ന ഭാഗങ്ങൾ. കാറ് നമ്മുടെ മുമ്പിൽ അടുത്തൊരു 12 വീല് വണ്ടിയും പോകുന്നുണ്ട്. അടുത്ത 12 വീലാന്നുണ്ട്. ഇതൊക്കെ ഓവർലോഡ് ഉണ്ടെന്നുണ്ട് കണ്ടിട്ട്. ഇത് ടണ്ണേജ് കുറച്ച് കൂടുതലുള്ള വണ്ടിയാണ്. ടോറസല്ല 12 വീല് തന്നെയാണ്. അടുത്ത പെട്ട സാധനം ഇറങ്ങി പോകുന്നുണ്ട്. ഈ പറഞ്ഞ കമ്മിറ്റി ഉണ്ടോ? അതിൻ്റെ ഹൈറ്റാണ്. കറക്റ്റ് 12.5. ഇത്ര ഹൈറ്റ് ആക്കണം. ഇത്ര ഹൈറ്റ് ആക്കിയിട്ട് ഫിക്സ് ആക്കി. ഇതേ പറഞ്ഞ അടുത്ത വണ്ടി കറക്റ്റ് 12.5 ഹൈറ്റ്. SVS 14 വീലാണ്. അടുത്ത ബെൻഡ്. ഇതൊക്കെ ഉണ്ടോ, ഓരോ വണ്ടികൾ വന്ന് ഇടിച്ച് മറിഞ്ഞേക്കണതൊക്കെ ഉണ്ടോ. അടുത്ത ബെൻഡ് നമ്മൾ നേരത്തെ മുകളിൽ കണ്ടില്ലേ, അത് അങ്ങനത്തെ ഒരു കട്ടും ബെൻഡ് മാത്രം. പിന്നെ ബാക്കിയൊക്കെ ഇതേപോലെ സാധാരണ ബെൻഡുകൾ. ഇതൊക്കെ എന്താ വെച്ചാൽ ഇങ്ങനെ ചവിട്ടി ഇറങ്ങിയാലും വണ്ടി ഇത് കിട്ടില്ല. അമ്പോ പോളി സാധനം കയറി ഇറങ്ങിയ മാൻ്റെ വണ്ടി. സാധനല്ലേ അതന്നെ അതൊക്കെ പറ്റുള്ളൂ. അതന്നെ അതും ഇവിടെ കാര്യപ്പെടവൻ. കൊട്ടേഷൻ
ഭാഗങ്ങൾ ഏറെക്കുറെ കഴിയാറായിക്കൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ ചുരം കഴിയാൻ പോയിക്കൊണ്ടിരിക്കണം, തീരാറായിക്കൊണ്ടിരിക്കണം. നമ്മളങ്ങനെ എല്ലാപ്പൂരും ചുരം ഇറങ്ങി തീർന്നു കേട്ടോ. എല്ലാപ്പൂരും ഘാട്ട് ഇറങ്ങി തീർന്നു. ഇതൊരു അമ്പലം നോക്കിയ ഹനുമാൻ സ്വാമിയുടെ അമ്പലമാണ്. ഹനുമാൻ സ്വാമി ആണ്. നമ്മൾ എല്ലാപ്പൂരും ചുരമൊക്കെ ഇറങ്ങി താഴ്ത്ത് ഗ്രാമപ്രദേശത്തെത്തി. നമ്മളങ്ങനെ എല്ലാപ്പൂരും ഘാട്ടിന്റെ ഭാഗങ്ങളെല്ലാം ഇറങ്ങിയില്ല. ഇതും ഘാട്ട് തന്നെയാണ്, ഫോറസ്റ്റ് തന്നെയാണ്. നമ്മൾ വിജയേട്ടന്റെ കടയുടെ ഭാഗത്ത് ഇറങ്ങി. ഇതാണ് ഗുല്ലാപ്പൂർ. ഗുല്ലാപ്പൂർ ആണ്, ഗുല്ലാപ്പൂർ. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വിജയേട്ടന്റെ കടയായി. നമ്മളങ്ങനെ എല്ലാപ്പൂർ വിജയേട്ടന്റെ കടയുടെ അവിടെ എത്തി. ഇവിടെ ഒന്നും നിർത്താൻ പോലും സ്ഥലമില്ല, വണ്ടികളെല്ലാം നിറഞ്ഞു കിടക്കുക. ഇത് സമരംകാരൻ നിർത്തിയ വണ്ടികളൊന്നുമില്ല കേട്ടോ. ഇവിടെ ചായ കുടിക്കാൻ പറ്റുള്ള കാര്യം നിർത്തിയ വണ്ടികളാ. ഒക്കെ കേരള വണ്ടി കേട്ടോ. കേരളത്തിലേക്ക് വരണതും കേരളത്തിൽ നിന്ന് കേരളത്തിലേക്ക് ചെല്ലണതും പോകട്ടോ. അപ്പുറം അവിടെ ഉണ്ടാവില്ലേ നമ്മളെ എല്ലാപ്പുരം വിജയേട്ടൻ്റെ കടയിൽ കഴിഞ്ഞിട്ട് വരുമ്പോഴേ അത് ഇവിടെ നിന്ന് അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മംഗലാപുരം പോകട്ടോ. ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ ഈ വഴിക്ക് പോയാൽ പോവാം. ഈ വഴിക്ക് പോയാൽ ഗുണം എന്താ വെച്ചാൽ ഒരു 30 കിലോമീറ്റർ നമുക്ക് ലാഭം കിട്ടും. പക്ഷെ നമ്മൾ ആ വഴിക്ക് പോകണം, നമ്മൾ നേരെ തന്നെ പോകണം. ചെറിയ വഴിയാണ്, 30 കിലോമീറ്റർ നമുക്ക് ലാഭം. ഞാൻ മുന്നേ വഴിക്ക് പോയ വീഡിയോ കിട്ടുന്നുണ്ട്. കുഴിയൊന്നുമില്ല. ഇല്ല, ഞാൻ കഴിഞ്ഞ മാസത്തിലെ പോയല്ലേ. ഒരു കുഴിയില്ല വഴിക്ക്. കഴിഞ്ഞ മാസം ഞാൻ ആ വഴിക്ക് പോയതല്ലേ. ഒരു കുഴി അടിപൊളിയ വഴി. ഒരു 50 മീറ്റർ അല്ല ഒരു 100 മീറ്റർ ഉണ്ടാവും ഇതേപോലത്തെ കട്ടർ. ഇത്രയും കൂടെ മോശമില്ല. ഞാൻ കഴിഞ്ഞ മാസത്തിലെ പോയല്ലോട്ടോ അവന്. അങ്ങനെ അങ്കോളം എത്ര ഞാൻ ആ വിജയേട്ടൻ്റെ കട കഴിഞ്ഞ് ചുരം അധികം വീഡിയോ പിടിക്കാൻ അറിയാം. ഇതേപോലെ വഴി മൊത്തം പൊട്ടിപ്പൊളിച്ചിറങ്ങാൻ അറിയാം. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര ഷെയ്ക്കാ. അത് കാരണമാണ്. എല്ലാപ്പോഴും ഫോറസ്റ്റിന്റെ ഭാഗങ്ങൾ തന്നെയാട്ടോ. നമ്മളങ്ങനെ അങ്കോളം എത്താറ്. ഇതേ ബസ്സാണോ അവര് പറഞ്ഞത്? NWKRTC, നോർത്ത് വെസ്റ്റ് കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. നമ്മളങ്ങനെ ഗോവ റോഡിലേക്ക് വന്ന് ടച്ച് ആവാൻ പോവാണ്. ഇതേപോലെ വഴി മൊത്തം ക്ലിയർ ആവുമായിരുന്നില്ല. നമ്മളാ വിജയേട്ടൻ്റെ കട കഴിഞ്ഞിട്ട് എന്ത് മോശമായിരുന്നു അറിയാം വഴി. കൂടെ പോകാം ചെല്ലണാണ് കൊണ്ട് കൊടുക്കണവനും പോയില്ലേ, മിസ്സായിപ്പോയി. ജസ്റ്റ് മിസ്സിങ് അല്ലേ? നമ്മൾ ചവിട്ടി കൊടുത്താൽ ജസ്റ്റ് മിസ് കൊടുക്കണമെന്ന് മോന്തേക്ക് ഡയറക്റ്റ് ഇടിക്കണായിരുന്നു. അതായിരുന്നു ഇടി. വളവ് നമ്മൾ അങ്ങനെ NH17 എത്തിയിട്ടാ. നാഷണൽ ഹൈവേ 17 ഗോവ റോഡിലേക്ക് എത്തി. അതായത് പനവേൽ ടു എടപ്പള്ളി ഹൈവേ. ഇപ്പം അതിന് നമ്പറൊക്കെ മാറിയാണ്ട് പുതിയ നമ്പർ വരുന്നുണ്ട്. ഈ മോഡിൽ കൂടെ പോകണ കൊങ്കൺ റെയിൽവേ. നമ്മൾ അങ്ങനെ ഇവിടെ ഇടത്തോട്ട് തിരിഞ്ഞാൽ നേരെ മംഗലാപുരം. ഇനി അങ്കോള, കുന്താപുരം. അതൊക്കെ എന്ത് കയറ്റങ്ങളായിരുന്നു അറിയാം. 4 ലൈൻ ആക്കിയപ്പോഴേ ഉണ്ടോ പറമ്പുകളുണ്ട്. പറമ്പുകൾ കശുമാവും എല്ലാം ഉണ്ട് അതിനകത്ത്. മാവും കശുമാവും. ഇതായിരുന്നു ഈ വഴിയുടെ ആദ്യത്തെ അവസ്ഥ കേട്ടോ. ഇത്ര വീതി ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ 4 ലൈൻ വരുന്നതിന് മുമ്പത്തെ വഴിയുടെ അവസ്ഥയായിരുന്നു. 4 ലൈൻ്റെ പണി കുറച്ച് ഭാഗങ്ങൾ ഇനി 4 ലൈൻ്റെ പണി നടക്കാണ്ട്. 4 ലൈൻ വരുന്നതിന് മുമ്പ് ഈ വഴിയുടെ അവസ്ഥ ഇങ്ങനെയായിരുന്നു. കണ്ടോ 2 സൈഡിലും കണ്ടോ മലകൾ കണ്ടോ. ഈ മല തുറന്നല്ല മല ഇടിച്ചിട്ടാണ് ഈ വഴി ഉണ്ടാക്കിയത്. നമ്മൾ നേരത്തെ വഴി കണ്ടില്ലേ, അതായിരുന്നു ഈ വഴിയുടെ പഴയ അവസ്ഥ. ഇപ്പോൾ അങ്ങനെ 4 ലൈൻ്റെ പണി കണ്ടോ. 4 ലൈൻ ഇങ്ങനെ വന്ന് നമ്മളിപ്പോൾ ഈ 4 ലൈൻ വന്നിട്ട് നമ്മൾ നേരത്തെ കണ്ട പോലെ സിംഗിൾ വഴിയിലേക്ക് ഇപ്പം കയറും കേട്ടോ. കണ്ടോ 4 ലൈനിലേക്ക് വന്നിട്ട് നമ്മൾ സിംഗിൾ വഴിയിലേക്ക് കയറും. നേരത്തെ നമ്മൾ കണ്ട സിംഗിൾ വഴി ഇങ്ങനത്തെ സിംഗിൾ വഴിയായിരുന്നു മൊത്തം. ഇതാണ്ടാ ഇത് ഞാൻ പല വീഡിയോന് മുമ്പ് എൻ്റെ ചാനൽ ഇട്ടുണ്ട്. ഞാൻ ഇതാണ്ടാ റോഡ് പണിക്ക് വേണ്ടി മണ്ണെടുത്താണ് കണ്ടോ. നോക്കിയാ സൈഡിൽ നോക്കിയാ ഒരു എത്ര പുഴ വണ്ടം പുഴ പുഴ
വന്ന് വീണ്ടും നമ്മൾ ആ സിംഗിൾ വഴി 4 ലൈനിലേക്ക് കയറി. ആ 4 ലൈൻ ഇതിനാണ് വരേണ്ടത്. അതാണ് മണ്ണെടുത്തോണ്ടിരിക്കുന്നത് പണി ക്ലിയർ ആക്കാൻ. പരുന്തുകളാണ്ട പരുന്തുകള് നോക്കിയേ, ദൂരെ പരുന്താ നോക്കിയേ. അടുത്തേക്ക് കിട്ടിയിട്ടുണ്ട്. വണ്ടി ഇറങ്ങി പോയ നോക്കിയാ. ആ ബൈക്ക് അതിൻ്റെ അടിയിലും കിടപ്പുണ്ട്. അത് കയറ്റം കാരണം ചവിട്ടിപ്പ് കിട്ടിയില്ല, ഇറങ്ങിപ്പോയി. അതിന് തൊട്ട് പുറകില് ബൈക്ക് പോയിക്കണം. അത് ബൈക്ക് തട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു. ബൈക്ക് അടിയിലും കിടപ്പുണ്ട്. അതൊക്കെ നോക്കിയാൽ 2 സൈഡിലും കുന്നൊക്കെ പൊള്ളിച്ചെണ്ണ വഴി പണിതാണത്. അത് നമ്മള് മുന്നേ കുറെ വീഡിയോ ഇട്ടിട്ടുള്ള എന്തുട്ടാന്ന് നോക്കിയാൽ മലയൊക്കെ ഇട്ടിച്ച് പൊളിച്ച് പണിയണത്. ഇത് ഫ്ലൈ ഓവർ ഒരാളെ പറയണോ? നമ്മള് വീണ്ടും പഴയ റോഡിൽ കയറി. ആകാശിനി റിവർ നദി ഉണ്ടോ? നദി സ്ഥലം കുന്തയോ? കുന്ത വിദ്യാഭ്യാസകാരൻ പറഞ്ഞേ മോളിൽ കൂടെ പോണ റെയിൽവേ ട്രാക്ക് ഉണ്ടോ? അത് ഇന്ത്യൻ റെയിൽവേയുടെ അല്ല കേട്ടോ, കൊങ്കൺ റെയിൽവേയുടെ ആണ്. കൊങ്കൺ റെയിൽവേ. ഏതാ സ്ഥലം? ഹൊന്നവർ. ശനിയാഴ്ച ഹൊന്നവർ. ഇതേ വേണ്ടി ശ്രീകൃഷ്ണ ഒരു ടൂർ ഷൂസ് നോക്കിയാൽ എന്താ രസം. നമ്മുടെ നാട്ടിലെ ടൂർ ഷൂസ് ഒക്കെ വെള്ളം ഇത് ചിലപ്പോൾ കേരളത്തിൽ നിന്ന് പോയ വണ്ടി തോന്നുന്നത് കണ്ടിട്ട്. കേരളത്തിൽ നിന്ന് പോയ വണ്ടി തോന്നുന്നുണ്ട്. ആ അല്ല ഇവിടേക്കൊരു നമ്പർ മാറ്റിയാവും. കാവിക്കൊടി ശ്രീരാമൻ സ്റ്റാർ ടൂറിസം ബോട്ടിംഗ് ഹൊന്നവർ. ഇത് ഹൊന്നവർ ടൗണിലേക്ക് വേണം വഴിയുന്നുണ്ടല്ലേ? ഹൊന്നവർ ടൗണിലേക്ക് വേണം വഴിയുന്നുണ്ട്. നമ്മളെ ഇതിന്റെ പേരല്ല സരസ്വതി റിവർ. നമ്മളിപ്പോ കിടക്കണ സരസ്വതി റിവർ. ഇതാണ് സരസ്വതി റിവർ. നദിയാണല്ലോ. ഇപ്പൊ ഏറ്റവും വലിയ പാല. അവിടെ ബോട്ടൊക്കെ കിടക്കണു. ബോട്ട് കണ്ടോ? ബോട്ട് ടൂറൊക്കെയോ? എത്ര കൊല്ലം മുന്നേ? 15 തോന്നുന്നല്ലോ. അതിന് മുമ്പുണ്ട്. 15 കൊല്ലം തോന്നില്ല. 15 കൊല്ലം പോരാന്ന്. 15 കൊല്ലം മുന്നോ ആണ് സരസ്വതി റിവർ. നമ്മൾ സരസ്വതി റിവർ കടക്കാൻ പോകണം, തീരാൻ പോകണം. സരസ്വതി റിവറിന്റെ ഭാഗങ്ങൾ കഴിയാൻ പോകണം കേട്ടോ. എന്താ മീൻ പിടിക്കാൻ പോകാം. നമ്മ സരസ്വതി റിവർ കഴിഞ്ഞു. 4 ലൈനിൽ കയറി. ഇതാണ് കേട്ടോ മുരുടേശ്വർ എന്ന് പറഞ്ഞ സ്ഥലം. മുരുടേശ്വർ RNS. ഇവിടെ ഒരു വലിയൊരു ഫേമസ് അമ്പലമൊക്കെ ഉണ്ട്. മുരുടേശ്വർ വലിയ അമ്പലമൊക്കെ ഉണ്ട് ഇവിടെ. ഇതുണ്ട് RNS ഹോസ്പിറ്റൽ മുരുടേശ്വർ. ഹോസ്പിറ്റലിന്റെ ഭാഗങ്ങളാണ്. നമ്മളെ മുമ്പിൽ ഒരു ലോഡ് സബോള ഉണ്ട്. ഈ വണ്ടിക്കാരെ സബോള കൊണ്ടിരുന്നു. ഞങ്ങള് കടലും സോയാബീനും കൊണ്ടിരുന്നു. ഇതേടെ സ്ഥലം ബഡ്കൽ. ഞങ്ങൾ ബഡ്കലായിട്ടോ. ബഡ്കൽ ഇതൊരു ഭയങ്കര ഫേമസ് ആയ സ്ഥലമാണ് ബഡ്കൽ. സലീം ബഡ്കൽ, യാസീൻ ബഡ്കൽ, അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് ഉണ്ട് ഇവിടെ. ഇതാണ് ബഡ്കൽ. ബഡ്കൽ KSRTC ബസ് സ്റ്റാൻഡ്. എന്താ സ്ഥലം നോക്കിയേ. ഇപ്പൊ കർണാടക തീരാറായിക്കൊണ്ടിരിക്കണോ.
വളവും തിരുവുള്ളവരല്ലേ കുന്താപുരം കടലാണ്. കുന്താപുരം കടല് കുന്താപുരം കടലാണ്. കടൽ നമുക്ക് ഇവിടെ നിർത്തിയാലോ? നോക്കിയ കടല് കുന്താപുരം കടലാണ്. കുന്താപുരം കടൽ കുന്താപുരം കടലാണ്. കുന്താപുരം കടൽ ഇതുണ്ടോ? പുഴ പുഴ ഇത് കാണുന്നത് പുഴ. ഇത് പുഴ. ഇപ്പുറത്ത് കാണുന്നത് കടല്. ഈ പുഴ വന്ന് കടലിലേക്ക് ചേരുന്നതാണ്. ഇതാണ് കുന്താപുരം കടപ്പുറം. നമ്മളുടെ കടപ്പുറത്തിനോട് കൊണ്ടുവന്ന് വണ്ടി സൈഡാക്കി കിടന്നാലേ കിടന്ന് നടക്കാന്ന് വെച്ചിട്ടാ. ഇത് ഒരു പുലർച്ചെ ആകുമ്പോൾ പുലർച്ചെ അല്ല, ഒരു 6 മണി 7 മണി എടുത്ത് പോകാന്ന് വെച്ചിട്ടാ. ഇപ്പോൾ സമയം 4 മണി ആയിട്ടുള്ളൂ. ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ എടുത്ത് പോയാൽ അല്ലെങ്കിൽ വണ്ടി ഓടിയൊന്നും നിന്നില്ല. കഴിഞ്ഞാൽ മംഗലാപുരം കഴിയുമ്പോൾ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞാൽ വണ്ടി ഓടിയൊന്നും നിങ്ങില്ല. വണ്ടി അതാകുമ്പോൾ നല്ല കാറ്റ് കൊടുക്കും. അതായിട്ട് കിടന്നു തുടങ്ങാം.